നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സങ്കടക്കാഴ്ചയായി നെയ്മർ. സങ്കടക്കടൽ. കളി കഴിഞ്ഞിട്ട് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാകുന്ന നെയ്മർ ജൂനിയർ സഹതാരങ്ങൾ വന്ന് ആശ്വസിപ്പിക്കുന്നു. പരിതാപകരമായൊരു പെർഫോമൻസാണ് ബ്രസീലിന്. അത് ബ്രസീൽ അർഹിച്ച തോൽവിയാണ്. നോർവേയെ പോലൊരു ടീമിനോട് ഒരിക്കലും ടഫാകുമായിരുന്നില്ലാത്തൊരു മത്സരത്തിൽ ബസ് പാർക്കിംഗ് ഒക്കെ നടത്തുന്നൊരവസ്ഥ. എന്ത് ഗെയിം പ്ലാനാണ് ആഞ്ചലോട്ടി ഉണ്ടാക്കിയത് എന്ന് ബ്രസീലിയൻ ഫുട്ബോളിലെ എക്സ്പെർട്ടുകൾ ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കും വിശദീകരണങ്ങളിലേക്കും നമുക്ക് പിന്നാലെ പോകാം. ഏതായാലും ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ അവസ്ഥയാണ് ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും ഇത് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ വളരെ കുറഞ്ഞ പ്ലെയിൻ ടൈം മാത്രം ലഭിച്ചു. ആദ്യ പകുതിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ പെനാൽറ്റി ഗോളാകുമായിരുന്നേനെ എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. ഒടുവിൽ ഈ വേൾഡ് കപ്പിൽ തൻ്റെ മാർക്ക് അവശേഷിപ്പിക്കുന്ന പോലെ അവസാന നിമിഷം ഒരു പെനാൽറ്റി അദ്ദേഹം ഗോളാക്കി മാറ്റി. എന്തായാലും കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ 2014 അദ്ദേഹം പരിക്കേറ്റ് പുറത്തായതാണ്. ബ്രസീൽ പുറത്താകുമ്പോൾ അദ്ദേഹം ഗ്രൗണ്ടിലില്ല. 2018 2022 ബ്രസീലിൻ്റെ പുറത്താവലിലും മനം നൊന്ത് കരഞ്ഞ നെയ്മർ നമ്മൾ ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച 2026 വല്ലാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണ്. അൺഫെയർ ഓ കിങ് എന്ന് നെയ്മർ ആരാധകർ ഇപ്പോൾ പറയുന്നു. വേൾഡ് കപ്പിലെ നെയ്മറുടെ ലെഗസി എന്താണ് എന്ന് ചോദിച്ചാൽ 14 മത്സരങ്ങൾ കളിച്ചു, 9 ഗോളും 4 അസിസ്റ്റും എന്ന് പറഞ്ഞാൽ 14 കളികളിൽ നിന്ന് 13 ഗോൾ കോൺട്രിബ്യൂഷനുമായിട്ട് അയാൾ മടങ്ങുകയാണ്. ഒരു പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നുള്ളൊരു വിരമിക്കൽ ഇതിന് പിന്നാലെ വന്നേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2010 ബ്രസീലിന് വേണ്ടി ഇറങ്ങിയേറി 2016 വരെ കളിച്ച നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡും കൂടി കുറിച്ചിട്ടാണ് മടങ്ങുന്നത്. 80 ഗോളുകളായി. അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ സ്വന്തമാക്കിയ താരമെന്ന റെക്കോർഡ് 59 അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വക വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് 139. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ബ്രസീലിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം 16. അതുപോലെ തന്നെ ഗോൾഡൻ സാമ്പ അവാർഡ് ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം തവണ വാങ്ങിയിട്ടുള്ള താരം 6 തവണ. ദെൻ ബെസ്റ്റ് പ്ലെയർ ഇൻ ഫിഫ 2013 ഫിഫ കോൺഫെഡറേഷൻ കപ്പ്, ബെസ്റ്റ് പ്ലെയർ ഇൻ 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സ്, പിന്നെ കോൺഫെഡറേഷൻ കപ്പ് ഏറ്റവും ഒടുവിൽ ബ്രസീൽ നടന്ന 2013 അന്ന് ടീമിൽ അദ്ദേഹം പ്രധാനപ്പെട്ട താരമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി ഓഫ് നാഷണൽ ടീം ടു വിൻ ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഫോർ ബ്രസീൽ ഇൻ 2016. അങ്ങനെ ഒരുപാട് ചരിത്രം കുറിച്ചിട്ട് നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിൽ നിന്ന് വിടവാങ്ങുകയാണ് എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഏതായാലും സങ്കടക്കാഴ്ചയാണ് നെയ്മറിൽ നമ്മൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.